മൂവാറ്റുപുഴയിൽ തെരുവുനായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. 12 വയസ്സുകാരനടക്കം 7ഓളം പേർക്കാണ് നായയുടെ കടിയേറ്റത്. രാത്രി വൈകിയും തെരുവുനായെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. നായ്ക്ക് പേവിഷബാധയുണ്ടോ എന്നും സംശയമുണ്ട്. മനീഷ് ഐഷാമാത്തി നൽകും വിശദാംശങ്ങൾ. മനീഷ്, ഈ 12 പേരെയാണ് നായ കടിച്ചത്. എപ്പോഴായിരുന്നു ഈ സംഭവം? ഇവരുടെയൊക്കെ നില എങ്ങനെയാണ്? എന്താണ് വിശദാംശം? അരുണി, ഇന്ന് വൈകുന്നേരം 5:30 ശേഷമാണ് ഈ മൂവാറ്റുപുഴ വെള്ളൂർ ശിവക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്ന് ഈ തെരുവുനായ ആക്രമണം തുടങ്ങുന്നത്. ഏകദേശം ഒരു 3 തെരുവുനായകൾക്കൊപ്പം വന്നൊരു തെരുവുനായാണ് ആളുകളെ പ്രകോപനമില്ലാതെ ആക്രമിക്കാൻ തുടങ്ങിയത്. പിന്നീട് ക്ഷേത്രഭാഗത്തു നിന്ന് മാറി മൂവാറ്റുപുഴ നഗരത്തിലേക്കും ഈ നായ എത്തുകയും അവിടെ റോഡിൽ ഇറങ്ങിയവരെല്ലാം പിന്തുടർന്ന് ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഈ പരിക്കേറ്റവരെല്ലാം തന്നെ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ എത്തി വാക്സിൻ അടക്കമുള്ള പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ആ തെരുവുനായെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് ഇരുട്ടിലേക്ക് എങ്ങോട്ടോ മറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ തെരുവുനായി ഇനിയും പിടികൂടാൻ കഴിയാത്തത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭീതി ഉണർത്തുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പ്രകോപനമില്ലാതെ ഒരു നായ കടിക്കണമെങ്കിൽ ഒരു പക്ഷേ അതിന് പേവിഷബാധ ഉണ്ടോ എന്നൊരു സംശയവും ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളും അതുപോലെ തന്നെ ജനങ്ങളുമൊക്കെ ഇപ്പോൾ രാത്രിയായും അതിനെ പിടികൂടാൻ കഴിയാത്തതിൽ ഭീതിയിലാണ്. എന്നാലും ഈ അധികാരങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നാളെ തന്നെ ഇവിടെ ഡോഗ് ക്യാച്ചിനെ കൊണ്ടുവരികയും ഈ തെരുവുനായ്ക്കളടക്കം പിടികൂടാനുള്ള സാഹചര്യം ഒരുക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോഴും ഈ പറയുന്ന 7ഓളം ആളുകൾക്ക് പരിക്കേറ്റ സാഹചര്യത്തിൽ പരിക്കേറ്റ തെരുവുനായയെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. 7ഓളം പേരെ കടിച്ച തെരുവുനായ ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ജനങ്ങൾ ഭീതിയിലാണ്. അപ്പോഴും ഇതിന് പേവിഷബാധ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അരുണ്യ, അതാണ് മനീഷ് ഐഷാമാത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്.